BSC മുൻ അസോസിയേറ്റ് ഡയറക്ടർ ശ്രീ എൻ വിനോദ് കുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എൻ വിനോദ് കുമാർ, സ്വാഗതം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാസയും ISROയും ചേർന്ന് നടത്തുന്ന ഒരു സംയുക്ത സംരംഭം, ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം എന്ന രീതിയിൽ അത്രത്തോളം ലോകം തന്നെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ് ഈ ഒരു വിക്ഷേപണത്തെ. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കേവലം 20 മിനിറ്റിനുള്ളിൽ ഈ ഒരു ദൗത്യം കുതിച്ചുയരും. ശാസ്ത്രലോകത്തിന്, ഈ ലോകത്തിന് തന്നെ എത്രത്തോളം നിസ്തുലമായ സംഭാവനകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഒരു ഉപഗ്രഹം. നമസ്കാരം. നമ്മളീ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, കൃത്രിമ ഉപഗ്രഹങ്ങൾ പല ലക്ഷ്യങ്ങളും പല ഉദ്ദേശങ്ങളുമായിട്ടാണ് നമ്മൾ വിക്ഷേപിക്കാറുള്ളത്. പ്രധാനമായിട്ടും നമുക്കറിയാം വാർത്താവിനിമയ ഉപഗ്രഹങ്ങളുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ദിശാനിയന്ത്രണം, GPS, നവിക് ഇതൊക്കെ പറയുന്ന പോലെയുള്ള ദിശാനിയന്ത്രണത്തിനുള്ള ഉപഗ്രഹങ്ങളുണ്ട്. പിന്നെ ബഹിരാകാശ പര്യവേഷണമുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്ര പരീക്ഷണങ്ങൾ നമ്മൾ തന്നെ ചന്ദ്രയാൻ, മംഗൾയാൻ, ഇപ്പോൾ സൂര്യനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആദിത്യ മിഷൻ, ഇങ്ങനെ പല ലക്ഷ്യങ്ങളും പല ഉദ്ദേശങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്നത് ഈ ഭൗമ നിരീക്ഷണം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ആധുനികവും ഏറ്റവും ചിലവേറിയതുമായ ഒരു ദൗത്യമാണ് ഇന്ന് ഭാരതവും അമേരിക്കയും ചേർന്ന് ലക്ഷ്യമിടുന്നത്. ഈ നൈസാർ എന്ന് പറയുന്ന ഉപഗ്രഹത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സാങ്കേതിക വിദ്യ അത്യന്തം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും വളരെ നൂതനവുമായിട്ടുള്ളൊരു സാങ്കേതിക വിദ്യയാണ്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം ഒപ്റ്റിക്കൽ ഇമേജിംഗ് ആണ്. നമ്മുടെ സാധാരണ സാറ്റലൈറ്റിലെല്ലാം ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ, നമ്മുടെ സാധാരണ ക്യാമറ നിരീക്ഷിക്കുന്ന പോലെ ഒപ്റ്റിക്കൽ ഇമേജിംഗ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ മാത്രം നമ്മൾ റഡാർ ഇമേജിംഗ് എന്ന് പറഞ്ഞൊരു സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണഗതിയിലുള്ള ചിത്രങ്ങളെക്കാൾ വളരെ വ്യക്തവും വളരെ സൂക്ഷ്മമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് പകർത്താൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഇതിനുപയോഗിക്കുന്ന ഈ റഡാർ ഇമേജിംഗ് തന്നെ നമ്മൾ 2 തരം റഡാറുകൾ ഒന്നിച്ച് സംയോജിപ്പിച്ചാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതാണ് മറ്റൊരു പ്രത്യേകത. ഇതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആൻറ്റിന, ഇതുപോലെ മറ്റ് പല പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ദൗത്യം. സർ, അത് ആൻറ്റിനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കൗതുകം വരുന്നത്. അതായത് ഇപ്പോൾ ഈ ലോഞ്ച് ചെയ്ത് 8ാം ദിവസം ആ ആൻറ്റിന ഒരു കുട എന്ന് പറയാൻ സാധിക്കില്ല, എങ്കിലും ഒരു കുട പോലെ അത് വിടർന്നു വരുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഈ മറ്റ് സാറ്റലൈറ്റുകളിലൊന്നും അങ്ങനെ ഒരു രൂപഘടന മറ്റു ഉപഗ്രഹങ്ങൾക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സാറ്റലൈറ്റിൻ്റെ ഒരു ആൻറ്റിന നമ്മൾ കണ്ടിട്ടില്ല. ഈ ആൻറ്റിന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ആൻറ്റിന, റഡാർ എന്ന് പറയുന്നത് ഒന്നിച്ച് ചേർന്നാണ് നമ്മളുടെ ഇതിൻ്റെ ചിത്രങ്ങൾ പകർത്തുകയും ഇതിലേക്കുള്ള സിഗ്നലുകൾ ഭൂമിയിലേക്ക് അയക്കുകയും ഭൂമിയിൽ നിന്ന് തിരിച്ച് റിസീവ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ആൻറ്റിനകളൊന്നും ഇതുപോലത്തെ ഈ ആൻറ്റിനയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് 12 മീറ്റർ വ്യാസമുള്ള ഒരു ആൻറ്റിനയാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഇതിനു മുമ്പുള്ള ഉപഗ്രഹങ്ങളെല്ലാം 5 മീറ്റർ, 6 മീറ്റർ, 10 മീറ്റർ വരെയുള്ള ആൻറ്റിനകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 12 മീറ്റർ ഡയമീറ്റർ, അതായത് വ്യാസമുള്ള ഒരു ആൻറ്റിനയാണ്. ഈ ആൻറ്റിന അൺഫേളബിൾ ടൈപ്പ് ഓഫ് ആൻറ്റിനയാണ്. അതായത് നമ്മളിത് ചുരുക്കി വെച്ചിരിക്കുകയും ഈ ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിയ ശേഷം മാത്രമാണ് ഇത് വിടർത്തി ഇതിൻ്റെ പൂർണ്ണമായ 12 മീറ്റർ വ്യാസത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത്. ഈ ആൻറ്റിന പോലും നമ്മുടെ ഇതുപോലെയുള്ള റഡാർ സംവിധാനമുള്ള സാറ്റലൈറ്റുകൾക്ക്, ഉപഗ്രഹങ്ങൾക്ക് ഈ 12 മീറ്റർ പോലും ശരിക്കും മതിയാവില്ല. 60, 50, 100 മീറ്റർ വരെ വേണ്ടി വന്നേക്കാം. പക്ഷേ ഈ ആൻറ്റിന ഉപയോഗിച്ച് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ഇതിലുള്ള നമുക്ക് കിട്ടുന്ന ചിത്രങ്ങളെ സിന്തസൈസ് ചെയ്ത് നമ്മൾ വീണ്ടും ആ ചിത്രങ്ങളെ അതിൻ്റെ റെസൊല്യൂഷൻ അതിനെ ഇമ്പ്രൂവ് ചെയ്തെടുത്താണ് നമ്മൾ ഇത് ചിത്രങ്ങളാക്കി മാറ്റുകയും ഇതിൻ്റെ ഡേറ്റ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. ഈ സിന്തറ്റിക് എന്നുള്ള വാക്ക് തന്നെ നമ്മൾ സിന്തസൈസ് ചെയ്ത് അതിൽ നിന്നൊരു അൽഗോരിതം ഉണ്ടാക്കി ആ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇത് പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റിന് ഒരു പ്രത്യേകത ഉള്ളതായി നമ്മളിപ്പോൾ വാർത്തകളിലെല്ലാം കാണുന്നു. അതായത് ഡ്യുവൽ ബാൻഡ് സാറ്റലൈറ്റ് ആദ്യമായാണ് ഇത്തരത്തിലൊരു പരീക്ഷണം എന്നാണ്. ഈ ഡ്യുവൽ ബാൻഡ് സാറ്റലൈറ്റ് കൊണ്ടും അതുപോലെ തന്നെ സിന്തറ്റിക് അപ്പർച്ചർ എന്ന് പറയുന്ന ആ സംവിധാനം, സിന്തറ്റിക് അപ്പർച്ചർ എന്ന് പറയുന്ന സംവിധാനവും സാധാരണ ഓപ്റ്റിക് നിരീക്ഷണം സംവിധാനങ്ങളും അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഒബ്സർവേഷൻ സംവിധാനവും തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ ക്വാളിറ്റിയും എന്താണ്, അതിൻ്റെ അന്തരം എന്താണ്? പ്രധാനമായിട്ട് ഇതിൽ ഞാൻ പറഞ്ഞു, ഡ്യുവൽ ഫ്രീക്വൻസി റഡാറാണ് ഉപയോഗിക്കുന്നത്. L ബാൻഡ്, S ബാൻഡ് എന്നുള്ള 2 ബാൻഡിലുള്ള റഡാറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ L ബാൻഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ അമേരിക്ക സപ്ലൈ ചെയ്യുന്ന റഡാർ സംവിധാനവും അത് തന്നെ ഭാരതം വികസിപ്പിച്ചെടുത്തതാണ് S ബാൻഡ് റഡാർ. ഈ L ബാൻഡ് റഡാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് വെജിറ്റേഷനിലൂടെയും വൃക്ഷങ്ങളുടെ ഇടയിലും അതുപോലെ മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിന്ന് താഴോട്ടും ഒക്കെയുള്ള താഴ്ചയിലൂടെ എല്ലാം ഉള്ള ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മുടെ S ബാൻഡ് റഡാറിനാണെങ്കിലും മറ്റു പല പ്രത്യേകതകളുണ്ട്. അതിന് മേഘവാളികളിലൂടെയും മഴയത്തും ഇരുട്ടത്തും എല്ലാം അതിന് നിരീക്ഷണം നടത്താൻ പറ്റും. അപ്പോൾ ഈ രണ്ടും കൂടെ സംയോജിപ്പിച്ച് സ്വീപ്സാർ എന്ന് പറഞ്ഞൊരു ടെക്നോളജി കൂടെ ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചിട്ടാണ് അതിൻ്റെ ചിത്രങ്ങളെയും ഡേറ്റ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതാണ് ഈ സാറ്റലൈറ്റ് സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രത്യേകത. ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതിന്
നമ്മൾ പറയാറുണ്ട് ഈ സാറ്റലൈറ്റിൻ്റെ ചിത്രത്തിൻ്റെ വ്യക്തതയും സൂക്ഷ്മതയും പറയുന്നത് അതിൻ്റെ എത്ര മില്ലിമീറ്റർ അല്ലെങ്കിൽ എത്ര സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷ്മത എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിന് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു നഖത്തിൻ്റെ വീതിയാണ് 1 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ വരെയുള്ള ചിത്രത്തിലുള്ള ഏത് ഭാഗങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ഈ ചിത്രത്തിൻ്റെ വ്യാപ്തി ഏകദേശം 200-300 കിലോമീറ്ററോളം വരുന്ന വ്യാപ്തിയുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും റഡാർ സംവിധാനമുള്ള സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വ്യാപ്തിയും ഇത്രയും സൂക്ഷ്മതയുള്ളത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ബഹിരാകാശ പദ്ധതിക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാവും. മാത്രമല്ല മറ്റ് പല അന്തർദേശീയ സംഘടനകൾക്കും രാഷ്ട്രങ്ങൾക്കും എല്ലാം ഈ ഡാറ്റ നമ്മൾ ഉപയോഗിക്കാൻ ഷെയർ ചെയ്യാനുള്ള ഇതിന് പ്ലാനുമുണ്ട്.